ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം അനുഗ്രഹീതമായ ഈ പ്രഭാതയാമത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് ജനുവരി മാസം 23 ചൊവ്വാഴ്ച. അനുഗ്രഹീതമായൊരു പ്രഭാതത്തെ കാണുവാൻ ആയുസ്സിനെ ദീർഘമാക്കിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ ദൈവത്തിന് സ്തോത്രം കരേറ്റിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും മോർണിംഗ് പ്രേയറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതെ, ഈ പ്രഭാതത്തിൽ വലിയവനായ ദൈവത്തിൻ്റെ പവിത്രമായ സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും അനുഗ്രഹീതമായ ഒരനുഭവം തന്നെയാണ്. ഇന്ന് പ്രഭാതത്തിലെ കർത്താവിൻ്റെ ശബ്ദത്തിനു വേണ്ടി ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുകയാണ്. അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്നു പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനേ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരുവാൻ ഇടയായി തീർന്നിരിക്കുന്നത്. നമുക്കേവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം. അബ്രഹാം ദൈവശബ്ദം കേട്ട് അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള ആ സമർപ്പണത്തെ വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗം. അബ്രഹാം ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ചതിന് ശേഷം തൻ്റെ ഇഷ്ടപ്പെട്ട, താൻ സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ ഇസഹാക്കുമായിട്ട് യാഗം കഴിക്കുവാനായി കടന്നു പോകുന്നതാണ് പശ്ചാത്തലം. യാഗം കഴിക്കുവാനായി ആ പിതാവും ആ മകനുമായി കടന്നു പോകുമ്പോൾ ഇതാദ്യമായിട്ടല്ല ഇസ്ഹാക്ക് തൻ്റെ പിതാവിനോടുകൂടെ യാഗത്തിന് പോകുന്നത്. ഞാനങ്ങനെ പറയുവാൻ കാരണം, യാഗത്തിന് കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ മകന് നന്നായിട്ടറിയാം. ഇതിനു മുമ്പ് തൻ്റെ പിതാവിനോടുകൂടെ ഈ മകൻ യാഗം കഴിക്കുവാനായി കടന്നു പോയപ്പോഴൊക്കെ തീയുണ്ട്, വിറകുണ്ട്, പക്ഷേ ആ ഒപ്പം യാഗത്തിനുള്ള മൃഗത്തെ കൂടി കൊണ്ടുപോകും. എന്നാൽ ഈ പ്രാവശ്യം തങ്ങൾ കടന്നു പോകുമ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തീയുണ്ട്, വിറകുണ്ട്, യാഗമൃഗത്തെ കൊണ്ടുപോകുന്നില്ല. ഈ ചോദ്യത്തിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. പിതാവ് തൻ്റെ മകനോട് പറഞ്ഞിട്ടില്ല യാഗമൃഗം നീയാണ് എന്ന്. ദൈവം നിന്നെയാണ് യാഗം കഴിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഈ പിതാവ് പറഞ്ഞിട്ടില്ല. ഇതുവരെ ആ പിതാവ് അബ്രഹാം ദൈവത്തിൽ നിന്ന് കേട്ടതായ ദൈവശബ്ദമെല്ലാം ഇസഹാക്കിനെ അനുഗ്രഹിക്കുമെന്നും ഇസഹാക്കിനെ നൽകുമെന്നും ഇസഹാക്കിനെ അനുഗ്രഹിക്കുമെന്നും ഇസഹാക്കിലൂടെ അവൻ്റെ സന്തതി പരമ്പരയിലൂടെ ഒരു വലിയ ജാതിയെ ഉളവാക്കുമെന്നും ഒക്കെയുള്ള വളരെ അനുഗ്രഹീതമായ വാഗ്ദത്തങ്ങളാണ് അബ്രഹാം കേട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ താൻ കേട്ട ദൈവശബ്ദം, താൻ സ്നേഹിക്കുന്ന തൻ്റെ മകനെ യാഗം കഴിക്കണമെന്ന ദൈവശബ്ദമാണ്. ഈ പ്രഭാതത്തിൽ
ഇതുവരെ കേട്ട ദൈവശബ്ദത്തിൽ നിന്നും, ദൈവിക ആലോചനയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ദൈവശബ്ദം കേൾക്കുമ്പോൾ ഇത് ദൈവം തന്നെയാണോ എന്നോട് സംസാരിക്കുന്നത് എന്ന സംശയം നിൻ്റെ ഉള്ളിൽ ഉളവാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ കേട്ട ദൈവശബ്ദത്തെക്കുറിച്ച് അവന് സംശയം ലെവലേശമില്ല. കാരണം അവൻ ആ ദൈവശബ്ദത്തിൽ ഉറപ്പുള്ളവനാണ്. അതേ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന ദൈവശബ്ദത്തിൽ ഉറപ്പുള്ളവരായി നാം മാറണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവശബ്ദത്തിൽ ഉറപ്പുള്ളവരാക്കി നമ്മെ മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപയുടെ കരം ശക്തിയോടെ ചലിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം മകനോട് പറയുന്ന മറുപടി, ദൈവത്തിന് സ്തോത്രം. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ. മകനോട് പറയുകയാണ്, ദൈവം നോക്കിക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളും. യാഗത്തിനുള്ള മൃഗത്തെ ദൈവം നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പൂർണ്ണമായും ഇങ്ങനെ വിശ്വസിക്കുന്നു. അബ്രഹാം ഈ ആലോചന കേട്ട ആ നിമിഷം മുതൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ താൻ പറയാൻ തുടങ്ങിക്കാണും, ദൈവം നോക്കിക്കൊള്ളും. ഞാൻ ഇതുവരെ കേട്ട ദൈവശബ്ദത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ എനിക്കൊരു കാര്യമറിയാം, എൻ്റെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ്. അവൻ എന്നെ പരീക്ഷിക്കുകയുമില്ല. നിശ്ചയമായും എൻ്റെ ദൈവം എനിക്ക് ദോഷം വരുന്നയൊന്നും ചിന്തിക്കുന്നവനല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ ഞാൻ ആ കർത്താവിൻ്റെ വചനത്തെ 100% വിശ്വസിക്കുകയാണ്. ദൈവം നോക്കിക്കൊള്ളും. ആമേൻ. ഇസഹാക്കിനെ തന്നത് ദൈവമാണെങ്കിൽ, വാഗ്ദത്തങ്ങളെ തന്നത് ദൈവമാണെങ്കിൽ, വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ ദൈവം നോക്കിക്കൊള്ളും. മോറിയയിലെ ആമേൻ ഒരു യാഗമൃഗത്തെ കരുതാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. ദൈവം നോക്കിക്കൊള്ളും. ഈ പ്രഭാതത്തിൽ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. വിശ്വാസം ചിന്തിച്ചു തുടങ്ങുവാനുള്ള സമയം വന്നിരിക്കുന്നു. വിശ്വാസം ഹൃദയത്തിൽ നിറഞ്ഞു കവിയട്ടെ. ആമേൻ. വിശ്വാസത്തിൻ്റെ പരസ്യ പ്രഖ്യാപനങ്ങളുടെ ദിനങ്ങളാണ് നിൻ്റെ മുമ്പിലുള്ളത്. ആമേൻ. പ്രതികൂലങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ, ദൈവശബ്ദത്തിൽ പോലും സംശയം തോന്നുന്ന ചില സാഹചര്യങ്ങളിലൂടെ, അവസ്ഥയിലൂടെ ഈ പ്രഭാതത്തിൽ നീ കടന്നു പോകുവാൻ ഇടയായിത്തീരുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, ആമേൻ, സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ആലോചനയായി കൈമാറുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവശബ്ദത്തിൽ ഉറയ്ക്കുകയും വിശ്വാസത്തെ ഉള്ളിൽ വളർത്തുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആമേൻ. മകൻ ചോദിച്ച മാത്രയിൽ അബ്രഹാം മറുപടി കൊടുത്തു, ദൈവം നോക്കിക്കൊള്ളും. എന്താ ആമേൻ, അബ്രഹാമേ, നിനക്ക് ഇതെങ്ങനെയാ സാധിച്ചത്? എൻ്റെ ദൈവം എനിക്ക് തന്ന ആ നിയോഗപ്രകാരം പറയട്ടെ. ആമേൻ. അബ്രഹാം അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞതാണ് വായിലൂടെ പുറത്തു വന്നത്. അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള പിറുപിറുപ്പോ ദൈവത്തോടെങ്കിലുള്ള അവിശ്വാസമോ ഒന്നും ഹൃദയത്തിൽ നിറയ്ക്കാതെ അവൻ്റെ ഉള്ളിൽ വിശ്വാസത്തെ വളർത്തുകയാണ്. അതുകൊണ്ടാണ് അവൻ വിശ്വാസികളുടെ പിതാവായി അറിയപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. ഈ പ്രഭാതത്തിൽ അവിശ്വാസത്തെ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞിട്ട്, ആമേൻ, അവിശ്വാസത്തിൻ്റെയും അല്പവിശ്വാസത്തിൻ്റെയും ചിന്തകളെ ഉള്ളിൽ നിന്ന് പിഴുതു കളഞ്ഞിട്ട്,
വിശ്വാസത്തെ ഉള്ളിൽ വളർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതെ, വിശ്വാസം ചിന്തിക്കുക, വിശ്വാസം പറയുക, വിശ്വസിച്ചതുപോലെ തന്നെ സംഭവിക്കും. വിശ്വാസം ചിന്തിക്കുക, വിശ്വാസം ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് വായിലൂടെ പുറത്തു വരട്ടെ. നീ വിശ്വസിച്ചതുപോലെ തന്നെ സംഭവിക്കും. 22-ാം അധ്യായം 13-ാം വാക്യത്തിൽ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം എന്താണോ പറഞ്ഞത്, യാഗത്തിനുള്ള മൃഗത്തെ ദൈവം നോക്കിക്കൊള്ളും. അബ്രഹാം തല ഉയർത്തി നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ദൈവമൊരുക്കിയ ആട്ടുകൊറ്റൻ കുരുങ്ങിക്കിടക്കുകയാണ്. അവൻ അതിനെ പിടിച്ച് യാഗം കഴിക്കുകയാണ്. ഇസ്ഹാക്ക് മരിക്കേണ്ട സ്ഥാനത്ത് ഇസ്ഹാക്കിന് പകരക്കാരനായി ഒരു കുഞ്ഞാട് അവിടെ യാഗമായി. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരക്കാരനായി ദൈവത്തിൻ്റെ കുഞ്ഞാട് പരമയാഗമായി തീർന്നു. ഇസ്ഹാക്കിന് വേണ്ടി ആ കുഞ്ഞാട് യാഗമായെങ്കിൽ ആ കുഞ്ഞാട് ക്രിസ്തുവിൻ്റെ നിഴലാണ്. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയുടെ കൊലക്കളത്തിൽ സ്വന്തം പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇന്നും നമുക്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ആത്മനിയോഗത്തോടെ പറയട്ടെ, ദൈവം നോക്കിക്കൊള്ളും എന്ന ചിന്തയോടെ ഈ പകലിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ കാണും. അബ്രഹാം വിശ്വസിച്ചു. തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ ഇടയാകത്തില്ല. ദൈവം കരുതും, ദൈവം കരുതും. യഹോവ ഈരെ, ദൈവം കരുതും. പ്രശ്നത്തിൽ, പ്രതികൂലത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവിക കരുതലിനെ അബ്രഹാം അനുഭവിച്ചറിയുവാനിടയായി. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ അവിശ്വാസം പറയാതെ, പരദൂഷണം പറയാതെ, നിരാശയുടെ പിന്തിരിപ്പൻ ചിന്താഗതികളെ ഹൃദയത്തിൽ ലാളിച്ച് വളർത്തുവാനായിട്ടല്ല, മറിച്ച് വിശ്വാസത്തെ വളർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവൻ വിശ്വാസി വിശ്വാസത്തോടെ എന്തു പറയുന്നോ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ തുടങ്ങി. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞതുപോലെ തന്നെ ദൈവം കരുതും മകനെ, ദൈവം നോക്കിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞ പിതാവിൻ്റെ വാക്കിന് സ്വർഗം താഴെ ഇറങ്ങി വന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ചില പിതാക്കന്മാരോട് ആത്മനിയോഗത്തോടെ പറയട്ടെ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവം എൻ്റെ കാര്യം നോക്കിക്കൊള്ളുമെന്ന് നീ പറഞ്ഞില്ലേ? ദൈവം ആ വാക്കിനെ ആമേൻ പറയുകയാണ്. അങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നോക്കിക്കൊള്ളും. ഈ പ്രഭാതത്തിലെ കർത്താവ് എനിക്ക് തന്ന വേടിതാണ്, ദൈവം നോക്കിക്കൊള്ളും. നിൻ്റെ പ്രശ്നത്തിൽ ദൈവം നോക്കിക്കൊള്ളും. നിൻ്റെ തലമുറയെ ദൈവം നോക്കിക്കൊള്ളും. നിനക്കൊരു ജോലി ദൈവം കരുതിയിട്ടുണ്ട്. നിൻ്റെ ഭാവി ദൈവത്തിൻ്റെ കരുതലുണ്ട്. നിൻ്റെ സകല പ്രശ്നങ്ങൾക്കും ദൈവത്തിൻ്റെ കരുതലുണ്ട്. യേശുവിൻ നാമത്തിൽ എല്ലാം ദൈവം നോക്കിക്കൊള്ളും മകനെ, ദൈവം നോക്കിക്കൊള്ളും മകളെ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മക്കളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരുടെ സങ്കടങ്ങളിൽ, വേദനകളിൽ, പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിൽ ദൈവം സകലത്തെയും നോക്കുന്നതിനായി സ്തോത്രം. ആ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം.
അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു ശുഭദിനമാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. കർത്താവ് ഇവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.